ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക ഈദ് മുബാറക്. ഇന്ന് നമുക്കൊരു പെരുന്നാൾ തലേന്നത്തെ വീഡിയോ ആയാലോ. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം നേരെ പോയത് ഫിത്ർ സക്കാത്തിൻ്റെ അരി മേടിക്കാനാണ് കേട്ടോ. അത് മേടിച്ചിട്ട് നമുക്ക് അവിടെ തന്നെ അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊടുത്തിട്ടാട്ടോ പോകുന്നത്. പിന്നെ ഇതുപോലെ ചെറിയൊരു സ്നാക്കൊക്കെ മേടിച്ചിട്ട് പിന്നെ റൂമിലേക്ക് വന്നിട്ടാണ്. കാരണം ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഫീലിംഗ്, ഒരു മിസ്സിങ് ഒക്കെ കേട്ടോ. വീടും ഉമ്മാനെയൊക്കെ മിസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് മൈലാഞ്ചി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ പാൻറ്റൊന്ന് ആൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടി പോയ സമയത്ത് അവർക്കാണെങ്കിൽ ഭയങ്കര ഡിമാൻഡ്. അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ തന്നെ തയ്ക്കാമെന്ന് വിചാരിച്ച് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ കുറച്ച് ചോക്ലേറ്റ് മേടിച്ച് നാളെ ഷോപ്പിൽ വരുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കി മൈലാഞ്ചി ഫിനിഷ് ചെയ്തിട്ടോ. പൊതുവേ നേരത്തെ കൊടുക്കലുണ്ട്, ഇപ്രാവശ്യം നേരം വയ്യപ്പം കിട്ടൂല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കാം, വരുന്ന പൈസ കൊടുക്കണ്ട. എന്ത് വരുന്നാള് ജാബിർ അലി, അനക്ക് ലോട്ടറിയാ മോനെ. ആരിസ്, അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവരോടും. അങ്ങനെ ഞങ്ങൾ 2:30 ആയപ്പോഴത്തേക്കും ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ നോമ്പ് തുറന്ന സമയത്ത് കഴിച്ചതായിരുന്നു ഫുഡ്. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ KFC കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ അവിടെ അവർക്ക് ഡൈനിങ് ഇല്ല, അവരത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫുഡും കൊണ്ട് വന്ന് ഇതുപോലെ ഞങ്ങൾ പാർക്കിങ്ങിൽ ഇരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. പിന്നെ ആണെങ്കിൽ പള്ളിയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, വാറ നടക്കുന്നുണ്ട്. നമുക്ക് പള്ളീൻ്റെ അകത്ത് മാത്രം നിസ്കാരം നടക്കുന്നുള്ളൂ, പുറത്ത് പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോ നാളെ കാണാം കേട്ടോ.